ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് പ്രതിപക്ഷം ഗുരുതരമായ ആരോപണം ഉയർത്തി. ഒന്ന്, യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഈ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കമ്പനിയെ സെലക്ട് ചെയ്യപ്പെട്ടത് എന്ന് വ്യക്തമല്ല. എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് മാത്രം കൊടുത്തത്? ഇത് രാജഭരണമൊന്നുമല്ല ഇഷ്ടക്കാർക്ക് ദാനം ചെയ്യാൻ. ഇത് ജനാധിപത്യ ഭരണമാണ്. നിയമങ്ങളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. 26 വർഷമായി ഒരു നയത്തിൻ്റെ ഭാഗമാണ് മദ്യനിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കരുതെന്ന്. ആ നയം മാറ്റം ആരോരും അറിയാതെ രഹസ്യമായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇത് ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെ ഈ കമ്പനിയെ സെലക്ട് ചെയ്തതാണ്. ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഇന്നലെ പറഞ്ഞത് ഈ കമ്പനിയെക്കുറിച്ചാണ് പുകഴ്ത്തി പറഞ്ഞത്. ഭയങ്കര കമ്പനിയാണെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര സംഭവമാണ് ഈ കമ്പനി, അതുകൊണ്ടാണ് ഈ കമ്പനിക്ക് കൊടുത്തതെന്ന് പറയും. ആ കമ്പനിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന 2 വിവരങ്ങൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ കമ്പനി ആണ്, ഇവരുടെ ഉടമകളാണ് ഡൽഹി മദ്യവിവാദത്തിൽ ഉൾപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് ഇതിൻ്റെ ഉടമകൾ. ഡൽഹിയിലെ കുപ്രസിദ്ധമായ മദ്യവിവാദ ലിക്കർ സ്കാമുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഗൗതം മൽഹോത്ര he was arrested in a money laundering investigation linked to alleged irregularities in Delhi excise policy. Mr. Malhotra linked to the Oasis group. അതാണ് ഈ കമ്പനിയെക്കുറിച്ച് എക്സൈസ് മന്ത്രി പുകഴ്ത്തി പറഞ്ഞ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു. പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയെ ജനങ്ങൾ സമരം ചെയ്ത് പൂട്ടിച്ചാണ്. കാരണം എന്താ? ഭൂഗർഭ ജലം നഷ്ടമാവും. പാലക്കാട് വെള്ളമില്ലാത്ത സ്ഥലമാണ്, അപകടം പിടിച്ച സ്ഥലമാണ്. ഈ സ്ഥാപനത്തിന് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വേണം. ദശലക്ഷക്കണക്കിന് ലിറ്റർ ഭൂഗർഭ ജലം ഈ കമ്പനിക്ക് വേണം. അപ്പോൾ അവിടുത്തെ യാതൊരു ഓഡിറ്റോ ഒരു അസസ്മെൻറ്റോ ഒന്നും നടത്താതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ കമ്പനി ഇവരുടെ ഗ്രൂപ്പിനെതിരായിട്ട് ഗുരുതരമായി മറ്റൊരു കേസ് കൂടിയുണ്ട്. എന്തിനാണെന്നറിയാം? പഞ്ചാബിൽ ഇവരുടെ ലിക്കർ കമ്പനി ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കി. 4 കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്തെ ഭൂഗർഭ ജലവും ഉപരിതല ജലവും ഇവരുടെ വ്യാവസായിക വേസ്റ്റ് കൊണ്ടുപോയി ഇട്ട് നശിപ്പിച്ചതിന് ഇവർക്കെതിരായി കേസെടുത്തിരിക്കുകയാണ്. പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവരുടെ എല്ലാം ഫൈൻഡിങ്ങാണ്. ഇത് പാർലമെൻറ്റിൽ വന്നാണ് ഇവർക്കെതിരായി. ദ ഇഷ്യൂ വാസ് also raised in Parliament during 0 hour, subsequent to which the Central Pollution Control Board, along with the Central Groundwater Board, conducted field visit at the Sira factory. The inspection report revealed violation of environmental norms by the factory on multiple grounds. The Punjab Pollution Control Board has lodged a criminal complaint against the company for violating various provisions of the Water Prevention and Control of Pollution Act 1974. ഇതെല്ലാം ഈ എൻവയൺമെൻറ്റ് കണ്ടീഷൻസ് മുഴുവൻ വയലേറ്റ് ചെയ്ത് ഇവർ പഞ്ചാബിലെ സിറ തഹസിലിൽ ഫിറോസ്പൂരിൽ ഡിസ്ട്രിക്ട് ബൈ ഡംപിങ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ആൻഡ് ഡിസ്ചാർജിങ് ദ സെയിം ഇൻ ടു എർത്ത് ത്രൂ ബോർവെൽസ്. ഇവർ ബോർവെല്ലിൽ കൂടി ഇവരുടെ വ്യാവസായിക വേസ്റ്റ് ബോർവെല്ലിൽ കൂടി തള്ളി. ഇറ്റ് ലെഡ് ടു ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ഇൻ ദ വില്ലേജസ് അപ് ടു 4 കിലോമീറ്റർ പെരിഫറി ഓഫ് ദി മാനുഫാക്ചറിങ് യൂണിറ്റ്. ഇവരുടെ ഇതുപോലത്തെ ഇപ്പോൾ കഞ്ചിക്കോട് അനുവദിച്ചിരിക്കുന്ന പോലത്തെ പ്ലാന്റിൻ്റെ ചുറ്റുപാടുമുള്ള 4 കിലോമീറ്ററിലപ്പുറം ഇവരെ ഭൂഗർഭ ജലത്തെയും ഉപരിതല ജലത്തെയും മലിനമാക്കി. ഇതാണ് എക്സൈസ് മന്ത്രി പറഞ്ഞ ഈ കമ്പനിയുടെ 2 മഹത്വം. ഭയങ്കര കമ്പനിയാണെന്നാണ്. അപ്പോൾ എന്ത് കിട്ടിയെന്ന് കൂടി പറഞ്ഞാൽ മതി. എന്താണ് ഇവർക്കിത് ദാനം ചെയ്തതുകൊണ്ട് എന്താണ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് എന്ന് മാത്രമേ ഇനി വെളിപ്പെടുത്താനുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവർക്ക് അനുമതി കൊടുത്തത് റദ്ദാക്കണം എന്നാവശ്യപ്പെടുന്നു പ്രതിപക്ഷം. ഇത് കൊടുക്കാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഇതുമായി മുന്നോട്ട് നീങ്ങിയാൽ ഒരു കാരണവശാലും കഞ്ചിക്കോട് ഈ ലിക്കർ പ്ലാന്റ് അനുവദിക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. പാലക്കാട് രൂക്ഷമായ
കുടിവെള്ള പ്രശ്നമാണ്. ദശലക്ഷക്കണക്കിന് വെള്ളം ഈ പ്ലാന്റിന് വേണ്ടി വേണം. ഭൂഗർഭജലം ഉപയോഗിക്കും. ഇത് മലിനമാകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. കുപ്രസിദ്ധമായ ഈ കമ്പനിക്ക് ഇത് കൊടുക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. അത് എത്തനോൾ പ്ലാന്റിൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇത് എത്തനോൾ പ്ലാന്റ് മാത്രമല്ല, എത്തനോൾ പ്ലാന്റ്, മൾട്ടിപ്പിൾ ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ബോട്ട്ലിംഗ് പ്ലാന്റ്, ബ്രൂവറി, മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ് തുടങ്ങി വഴിയെ പോകുന്ന എല്ലാത്തിനും അനുമതി കൊടുത്തേക്ക്. എല്ലാത്തരം വൈൻ പ്ലാന്റ്, ബ്രൂവറി പ്ലാന്റ്, ബ്രാൻഡി പ്ലാന്റ് എല്ലാത്തിനും കൊടുത്തിരിക്കുക. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇനി നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടക്കാർക്ക് ദാനം ചെയ്യാൻ പറ്റുമോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. രാജഭരണമല്ല, തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക്. അല്ല, അന്നു മുതൽ അന്നത്തെ നായനാർ ഗവൺമെൻറ്റാണ് ആ പോളിസി എടുത്തത്. അതിനുശേഷം പിന്നീട് വന്ന എല്ലാ ഗവൺമെൻറ്റുകളും അത് തുടർന്നു. അതാണ് സംഭവിച്ചത് കേരളത്തിൽ. അതുകൊണ്ടാണ് 25 വർഷമായിട്ട് ഇത്തരം നിർമ്മാണശാലകൾക്ക് ഇനി അങ്ങനെ കൊടുക്കാൻ പ്ലാൻ ചെയ്താൽ അതൊരു ചർച്ച വേണ്ടേ? ഒരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല. രഹസ്യമായിട്ടാണ് നയം മാറിയത് പോലും ഇപ്പോഴാണ് നിങ്ങൾ അറിയണത്. ഒന്നും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞില്ല. ഒരു നടപടിക്രമം വേണ്ടേ? ഇഷ്ടംപോലെ ആളുകൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പാലക്കാട് കഞ്ചിക്കോട് ബ്ലൂവറി പ്ലാന്റിന് അനുമതി നൽകിയ മന്ത്രിസഭാ യോഗ തീരുമാനത്തെ വിമർശിച്ച് സംസാരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ കമ്പനി മധ്യപ്രദേശ് ആസ്ഥാനമായുള്ള ഒയാസിസ് കമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ചരിത്രം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഡൽഹി മദ്യനയ കേസിലടക്കം ഉണ്ടായിരുന്നു. മാത്രമല്ല പഞ്ചാബിലടക്കം മാലിന്യം തള്ളലുമായി ബന്ധപ്പെട്ടൊരു മോശം ചരിത്രമുള്ള കമ്പനിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ അഴിമതിയുണ്ട് എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ പ്രതിപക്ഷ നേതാവ് ഇത്തരം ആരോപണങ്ങളുമായി വരുമ്പോൾ ഈ വിഷയം സഭയ്ക്കകത്തടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്.